പകരം തീരുവകൾ ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. ട്രംപിന്റെ തീരുവ നിയമവിരുദ്ധമെന്ന് US സുപ്രീം കോടതി. ഏകപക്ഷീയമായി തീരുവ ചുമത്താൻ ട്രംപിന് അധികാരമില്ലെന്നും കോടതി. ട്രംപിന്റെ പകരം തീരുവ US സുപ്രീം കോടതി റദ്ദാക്കി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഖില CP നമ്മളോടൊപ്പമുണ്ട്. അഖില, പ്രത്യേകിച്ചും രണ്ടാം തവണ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം പല ഫെഡറൽ കോടതികളിൽ നിന്നും ഇതിന് സമാനമായ പല തീരുമാനങ്ങളും ഇങ്ങനെ പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഫെഡറൽ കോടതി വിധികൾ നേരത്തെ തന്നെ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ഒരു വലിയ ഇടപെടൽ നടത്തിയിരിക്കുന്നു. എന്തൊക്കെ വിശദാംശങ്ങൾ? അതെ ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിധിയായിരുന്നു സുപ്രീം കോടതി. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ എന്ത് പറയും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന് ഇത്തരത്തിലുള്ള ഒരു താരിഫ്, ഒരു തീരുവ, പകരം ചുങ്കം ചുമത്താനുള്ള ഒരു അധികാരമില്ല. ഇത്തരത്തിലുള്ള ഒരു അധികാരം US പ്രസിഡന്റിന് നൽകുന്നില്ല. അത് നിയമനിർമ്മാണത്തിലൂടെ കോൺഗ്രസിന് മാത്രമാണ് അതിനുള്ള അധികാരമുള്ളത് എന്നുള്ളൊരു നിർണായകമായ വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രധാനമായും സുപ്രീം കോടതി പരിശോധിച്ചത് 1977 ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം ഇത്തരത്തിൽ US പ്രസിഡന്റിന് താരിഫ് ചുമത്താനുള്ള ഒരു അധികാരമുണ്ടോ എന്നുള്ളതാണ് US സുപ്രീം കോടതി പ്രധാനമായും പരിശോധിച്ചത്. അത്തരത്തിലുള്ള ഒരു അധികാരം പ്രസിഡന്റിന് നൽകുന്നില്ല. ഈ നിയമം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അടിയന്തരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് വ്യാപാരങ്ങളിൽ ഇടപെടാനുള്ള ഒരു അധികാരം പ്രസിഡന്റിന് നൽകുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള ഒരു 1977 നിയമം. പക്ഷേ ഒരു അടിയന്തരാവസ്ഥയും ഇത്തരത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ള ഒരു സുപ്രധാനമായ നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വലിയ തിരിച്ചടിയാണ്. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു US സുപ്രീം കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വിധി, അനുകൂല വിധി, താരിഫിനെതിരെ ഒരു അനുകൂല വിധി വരുന്നില്ലെങ്കിൽ അത് തനിക്ക് വലിയ തിരിച്ചടിയായിരിക്കും. കാരണം ഈ പിരിച്ചെടുത്ത തുകകളെല്ലാം, ഈ തീരുവ തുകകളെല്ലാം തിരിച്ചു നൽകേണ്ടതായിട്ട് വരും. അത് സാമ്പത്തികമായി അമേരിക്കയ്ക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു. വലിയൊരു ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വർഷം 2025 ഫെബ്രുവരിയിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുവ ചുങ്കം അല്ലെങ്കിൽ ഒരു താരിഫ് ചുമത്തി തുടങ്ങുന്നത്. കാരണം ഈ ചൈന, മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വ്യാപകമായി മയക്കുമരുന്ന് കടത്ത് അമേരിക്കയിലേക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ അമേരിക്കയിലേക്ക് ആ ഒരു കാര്യത്തെ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഏകപക്ഷീയമായി 3 രാജ്യങ്ങൾക്ക് മേൽ ആദ്യം ഈ ട്രംപ് തീരുവ ചുമത്തിയത്. പിന്നീട് നമ്മൾ ഏപ്രിലിൽ കണ്ടു. ഏപ്രിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തെ മിക്ക രാജ്യങ്ങൾക്കും പകരം ചുങ്കം ചുമത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഏകദേശം 10 മുതൽ 50% വരെയുള്ള തീരുവകളാണ് എല്ലാ രാജ്യങ്ങൾക്കും മേൽ ട്രംപ് ചുമത്തിയത്. ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെല്ലാം കണ്ടു. അത്തരത്തിൽ ഏകപക്ഷീയമായി ലോകത്തെ മിക്ക സമ്പദ് വ്യവസ്ഥകളിലും തീരുവ വലിയൊരു തിരിച്ചടിയായിരുന്നു. എല്ലാ രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ അത് പ്രതികൂലമായി ബാധിച്ചു എന്നുള്ളതാണ്. ഈ കീഴ്ക്കോടതി മുമ്പ് തന്നെ ഇത് നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ US സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു സുപ്രധാന വിധി വന്നിരിക്കുന്നു. എന്തായാലും ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും വലിയൊരു തിരിച്ചടി തന്നെയാണ് ആനന്ദ് ഇത്. പ്രധാനമായും ജസ്റ്റിസുമാരായിട്ടുള്ള ബ്രൈറ്റ് കാവനോ, സാമുവൽ അലീറ്റോ, ക്ലാരൻസ് തോമസ് എന്നിവർ വിയോജിച്ചതുകൊണ്ടാണ്, അത്തരത്തിൽ ഈ 3 പേരും വിയോജിച്ചൊരു വിധി പുറപ്പെടുവിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ട്രംപിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇത് എങ്ങനെയൊക്കെ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് കണ്ടു തന്നെ അറിയണം ആനന്ദ്. ശരിയാക്കില്ല, അവിടെയാണ് അതിൻ്റെ പ്രാധാന്യമുള്ളത്. വരുന്ന ദിവസങ്ങളിൽ ട്രംപിൻ്റെ ഭരണകൂടം ഈ സുപ്രീം കോടതി വിധിയെ എങ്ങനെ നേരിടും? ഇതിനെ മറികടക്കാൻ എന്തെങ്കിലും നയങ്ങൾ രൂപീകരിക്കുമോ? ഇതൊക്കെയാണ് പ്രധാന ചോദ്യം. ഏതായാലും പകരം തീരുവകൾ ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നടപടിയെ അമേരിക്കൻ സുപ്രീം കോടതി തന്നെ റദ്ദാക്കിയിരിക്കുന്നു. ഇല്ലാത്ത അധികാരങ്ങളാണ് ട്രംപ് ഉപയോഗിക്കുന്നതെന്ന രൂക്ഷമായ വിമർശനം കൂടി കോടതി നടത്തിയിരിക്കുന്നു. അഖില CP ആണ് വിവരങ്ങൾ നൽകിയത്.